വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യയിലെ 5ാം യൂണിറ്റായ സൂസൈഡ് എന്ന പാഠഭാഗമാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠഭാഗമാണ്. അപ്പോൾ ആദ്യമായി ഇൻട്രൊഡക്ഷൻ നോക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് സൂസൈഡ് എന്നാൽ ഒരാൾ തൻ്റെ ജീവിത സാഹചര്യങ്ങൾ മോശമായതുകൊണ്ട് തൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കുന്നൊരു സിസ്റ്റമാണ് സൂസൈഡ്. അഥവാ അത് വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അഥവാ മെൻ്റൽ ഇൽനെസ്, ഹൃദയാഘാതം, മൈൻഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സാഡ്നെസ്, ദുഃഖം, അതുപോലെ തന്നെ മറ്റുള്ള സൊസൈറ്റികളിൽ നിന്നൊക്കെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളൊക്കെ ഒരു ഇൻഡിവിജ്വലിനെ സൂസൈഡിലേക്ക് നയിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനി മീനിങ് ഓഫ് സൂസൈഡ് പറയുകയാണെങ്കിൽ വ്യത്യസ്ത ആൾക്കാർ സോഷ്യോളജിസ്റ്റ് സൂസൈഡിന് ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. ആൻ്റണി ഗിഡൻസ് പറയുന്നതെന്ന് വെച്ചാൽ, ദുർഹൈമിന് സൂസൈഡ് എന്ന ബുക്കുണ്ട്. അതിൽ അദ്ദേഹം പരാമർശിക്കണം എന്താ വെച്ചാൽ, ഒരാളുടെ ജീവിതത്തിന് അവിടെ ഉണ്ടാകുന്ന സോഷ്യൽ ഫാക്ടേഴ്സ് വലിയൊരു ഇമ്പാക്റ്റ് ചെലുത്തുന്നുണ്ട് എന്നതാണ്. അഥവാ സാമൂഹികമായ പ്രശ്നങ്ങളിലെല്ലാം ഈ ഇൻഡിവിജ്വൽ ഉൾപ്പെട്ടത് കൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങളിലേക്കൊക്കെ നീങ്ങുന്നത് എന്നാണ് പ്രധാനമായിട്ടും അവിടെ പറയുന്നത്. ഇനി സൂസൈഡ് മീനിങ് നോക്കുമ്പോൾ, സൂസൈഡ് ഈസ് കില്ലിങ് യുവർ സെൽഫ് ഡെലിബറേറ്റ്ലി. അഥവാ നമ്മൾ കരുതി കൂട്ടി തന്നെ നമ്മൾ തന്നെ ജീവിതം ഇല്ലാതാക്കുന്നൊരവസ്ഥയാണ്. പക്ഷേ ചില ആൾക്കാർ യാദൃശ്ചികമായിട്ട് സൂസൈഡ് ചെയ്യുന്നുണ്ട്. ഈ സൂസൈഡ് എന്നുള്ളത് ലാറ്റിൻ വേർഡായ സൂയും അതുപോലെ തന്നെ കായിഡറെ എന്ന വാക്കിൽ നിന്നാണ് സൂസൈഡ് വന്നത്. അഥവാ അതിൻ്റെ അർത്ഥമാക്കുന്നത് ടു കമ്മിറ്റ് സൂസൈഡ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പ്രധാനമായിട്ട് സൂസൈഡ് സംഭവിക്കുക 77% സൂസൈഡ് സംഭവിക്കുന്നത് ലോ ആയിട്ടും മിഡിലായിട്ടുള്ള ഇൻകം വരുന്ന ഒരു സമൂഹത്തിൽ ആളുകളാണ് ഇത്തരം സൂസൈഡൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത്. 2019 ഇത്തരം റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2019 10% സൂസൈഡ് കേസുകളിൽ വർധനവുണ്ടായി എന്നാണ്. അഥവാ 53,052 പേര് സൂസൈഡ് ചെയ്ത് മരിച്ചുവെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2020 1,53,052 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 8.7% 2019 വർധനവുണ്ടായി എന്നൊക്കെ പറയുന്നു. നമ്മളെ ഇന്ത്യ രാജ്യത്തിൽ പ്രധാനമായിട്ടും മഹാരാഷ്ട്രയിലാണ് കൂടുതൽ സൂസൈഡുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഥവാ 18,916 സൂസൈഡാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ തമിഴ്നാടാണ് രണ്ടാമതായിട്ടുള്ളത്, 13,493. ശേഷം വെസ്റ്റ് ബംഗാൾ 12,665. അതുപോലെ തന്നെ മധ്യപ്രദേശ് 12,457. അതുപോലെ തന്നെ കർണാടക 11,288 കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ടുള്ള എന്താണ് ടൈപ്സ് ഓഫ് സൂസൈഡ്. പ്രധാനമായിട്ട് 4 ടൈപ്പുകളായിട്ടാണ് ദുർഹൈം സൂസൈഡിനെ വിഭജിക്കുന്നത്. അഥവാ ഈഗോയിസ്റ്റിക് സൂസൈഡ്, ആൾട്രോയിസ്റ്റിക് സൂസൈഡ്, അനോമിക് സൂസൈഡ്, അതുപോലെ തന്നെ ഫറ്റാലിസ്റ്റിക് സൂസൈഡാണ് 4 ഇനങ്ങൾ. ഒന്നാമതായിട്ട് ഈഗോയിസ്റ്റിക് സൂസൈഡ് നോക്കുകയാണെങ്കിൽ, അഥവാ സെഗ്രിഗേറ്റഡ് ഫ്രം സൊസൈറ്റി, അഥവാ ഒരു സൊസൈറ്റിയിൽ നിന്ന് ഒരു പേഴ്സണ് അകറ്റി നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് തൻ്റെ സൂസൈഡിലേക്ക് നയിക്കുന്നൊരവസ്ഥയാണ് ഈഗോയിസ്റ്റിക് സൂസൈഡ്. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നിന്നും തീരെ വില കിട്ടാതാവുക, അവരറിയിച്ച വില ഒന്നും കിട്ടാതാവുക, അത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം സൂസൈഡിലേക്ക് നയിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈഗോയിസ്റ്റിക് പേഴ്സണൊക്കെ സൊസൈറ്റികളെ നോമുകളിൽ നിന്നൊക്കെ ഡിസ്കണക്റ്റഡ് ആയിരിക്കും, ഒരു ബന്ധം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു സൂസൈഡ് വ്യത്യസ്ത ഗ്രൂപ്പുകൾ ചേരുമ്പോഴുള്ള പരാജയം ഇതിലേക്ക് നയിക്കും. അഥവാ ഒരു ഇൻഡിവിജ്വൽ അവനെ അറിയിച്ച ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം സൂസൈഡിലേക്ക് നയിക്കുന്നുള്ളതാണ്. അപ്പോൾ അടിയിൽ പറയുന്നുണ്ട്, പ്രൊട്ടസ്റ്റൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്കന്മാരുടെ ഇടയിൽ ഇത്തരം സൂസൈഡുകളൊക്കെ വളരെ താരതമ്യേന കുറവായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളതാണ് ആൾട്രോയിസ്റ്റിക് സൂസൈഡ്.
അതാ ഇത്തരം സൂസൈഡുകളൊക്കെ ഒരു ബലിയർപ്പണ ദൗത്യമാണ് നിർവഹിക്കുന്നത്. ഒരു വലിയ സാക്രിഫൈസിൻ്റെ ഫോമിലൊക്കെ ആയിട്ട് ഫോം ചെയ്യുന്നതാണ് ഇത്തരം സൂസൈഡുകൾ. അതുപോലെ തന്നെ അധികമായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ് അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു സൂസൈഡിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജപ്പാനിൽ ഇത്തരം സൂസൈഡുകളൊക്കെ കാണപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇതിന് പ്രധാനമായിട്ടുള്ള എക്സാമ്പിളാണ് ഹിന്ദു വിഭാഗക്കാരിലെ ഇതായിട്ടുള്ള സതി എന്നുള്ള കർമ്മം. അത് ദൈവത്തിലേക്ക് ബലിയർപ്പണം ചെയ്യുന്നതിന് പ്രക്രിയയാണ് ഇത്. അതുപോലെ തന്നെ ബ്രാഹ്മണ ആളുകളിൽ നിന്നും ഇത്തരം സൂസൈഡുകൾ കാണാം. അതുപോലെ തന്നെ ഈ അടുത്തതായിട്ടുള്ളതാണ് അനോമിക് സൂസൈഡ്. അതായത് എന്താ വെച്ചാൽ പെട്ടെന്നുള്ള സോഷ്യൽ ചേഞ്ചുകൾ, അഥവാ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പെട്ടെന്നുള്ള വിപ്ലവങ്ങൾ അതൊക്കെ ഒരാളുടെ സൂസൈഡിലേക്ക് നയിക്കുന്നുള്ളതാണ്. അഥവാ പെട്ടെന്നുണ്ടാവുന്ന വിപ്ലവങ്ങളൊക്കെ ഒരു വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെയുള്ള പെട്ടെന്നുള്ള മാറ്റം വരുത്തൽ, അത്തരം കാര്യങ്ങളൊക്കെ ഈ സൂസൈഡിലേക്ക് നയിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഈ തൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ പെരുമാറ്റത്തിലുള്ള മാറ്റമൊക്കെ ഈ ഒരാളെ സൂസൈഡിലേക്ക് നയിക്കും ഈ ഒരു വിഭാഗത്തിൽ. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ടുള്ളതാണ് ഫറ്റാലിസ്റ്റിക് സൂസൈഡ്. ഇത് സംഭവിക്കുന്ന ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള എൻവിറോൺമെൻറ്റിൽ തന്നെയാണ്. പക്ഷേ സ്വീകരിക്കാൻ പറ്റാത്തത്ര അധിക്ഷേപം ഒരാൾ സഹിച്ചുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് ചെയ്യുന്നൊരു സൂസൈഡാണ് ഫറ്റാലിസ്റ്റിക് സൂസൈഡ്. അഥവാ ദുർഹൈമിനെ സംബന്ധിച്ചിടത്തോളം ഇതുണ്ടാകുന്നതെന്ന് വെച്ചാൽ എക്സസീവ് ഗൈഡ് ലൈൻസ് ഉണ്ടാകുന്നത് കൊണ്ട്, അഥവാ അമിതമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ഒരു സൊസൈറ്റിയിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ടുണ്ടാകുന്ന ഒരു സൂസൈഡാണ് ഫറ്റാലിസ്റ്റിക് സൂസൈഡ്. അഥവാ ഒരാളുടെ റൈറ്റ്സ് ഒന്നും നൽകാതിരിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ഇതിലേക്ക് നയിക്കും. അതുപോലെ തന്നെ ഈ അടിമത്തം ഇതിൽ പെടുന്നുള്ളതാണ്. അടിമത്തം കാരണം ഒരാൾ സൂസൈഡ് കമ്മിറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ ഫറ്റാലിസ്റ്റിക് സൂസൈഡിലാണ് പെടുക. ഇനി അടുത്തതായിട്ട് പറയുന്നത് കോസസ് ഓഫ് സൂസൈഡാണ്. അതാ ഓരോ ഇൻഡിവിജ്വലും സൂസൈഡ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കും. അതാ സാഡ്നെസ്, അതല്ലെങ്കിൽ തന്നെ അവൻ്റെ ജീവിതത്തിൽ അൺകംഫോർട്ടബിൾ, അതുപോലെ തന്നെ അത്തരം സാഹചര്യങ്ങളിലൊക്കെ സൂസൈഡിലേക്ക് നയിക്കുന്നതാണ്. പ്രധാനമായിട്ട് സാഡ്നെസ്, സെക്സ്വൽ അബ്യൂസ്, ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്, റിമോഴ്സ്, പശ്ചാത്താപം, ഡിസ്മിസ്സൽ, ഒരു കമ്പനിയിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഡിസ്മിസ്സൽ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സമൂഹമായിട്ടുള്ള അവനക്ക് നൽകപ്പെട്ട സ്ഥാനത്ത് നിന്നുള്ള പെട്ടെന്നുള്ള പടിയിറക്കം, അതുപോലെ തന്നെ ജോലിയില്ലായ്മയൊക്കെ ഈ സൂസൈഡിന് വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളായിട്ട് എണ്ണപ്പെടുന്നു. പ്രധാനമായിട്ട് ഒന്നാമതായിട്ട് പറയുന്നത് ഇൽനെസ് ഓഫ് ദി മൈൻഡ്, അഥവാ രോഗാവസ്ഥ, മൈൻഡിനുള്ള രോഗാവസ്ഥയാണ്. അഥവാ ഡിപ്രഷന് അതിൽ പെടുന്നതാണ് ഈ ബൈപ്പോളർ ഡിസോർഡർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, അതുപോലെ തന്നെ ഈറ്റിംഗ് ഡിസോർഡർ, ഷിസോഫ്രനിയ, അതൊരു മാനസിക രോഗമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഇൻഡിവിജ്വലിനെ സൂസൈഡിലേക്ക് നയിക്കുന്നുള്ളതാണ്. അമേരിക്കൻ ഫൗണ്ടേഷനിൽ ഉള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് പകുതിയുള്ള സൂസൈഡ് നടക്കുന്നത് ഡിപ്രഷൻ കാരണമാണെന്നുള്ള റിപ്പോർട്ടാണ് അവർ പുറത്തുവിടുന്നത്. അതുപോലെ തന്നെ ട്രോമാറ്റിക് സ്ട്രെസ്, അഥവാ മാനസിക ആഘാതം കൊണ്ട് ഉണ്ടാകുന്ന സൂസൈഡുകൾ, ഇതാണ് രണ്ടാമതായിട്ട് എണ്ണപ്പെടുന്ന കാരണങ്ങൾ. അതിനുള്ള ഉദാഹരണമായിട്ട് കുട്ടിക്കാലത്തുണ്ടാകുന്ന പീഡനം, അതുപോലെ തന്നെ റേപ്പ്, ഫിസിക്കൽ വയലൻസ്, വാർ ട്രോമ, അതൊക്കെ ഒരാളെ സൂസൈഡ് ചെയ്യാൻ ഏറെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അഥവാ
US 6000-ഓളം വരുന്ന ആളുകളിൽ കണ്ടക്ട് ചെയ്യപ്പെട്ട ഒരു സർവേ പറയുന്നത് എന്താ വെച്ചാൽ 23% ആളുകൾ സൂസൈഡ് ചെയ്യുന്നത് അവന് പേഴ്സണലായിട്ട് അധിക്ഷേപിക്കണ കാരണം കൊണ്ടാണ് അവർ സൂസൈഡ് ചെയ്യുന്നത് ഉള്ളതാണ്. അതുപോലെ തന്നെ മൂന്നാമതായിട്ടുള്ള കാരണമാണ് ഇമ്പൾസിവിറ്റി ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസ്, അഥവാ ഉൾപ്രേരണകളൊക്കെ കൊണ്ടുണ്ടാകുന്ന സൂസൈഡുകൾ. അഥവാ നമ്മൾ ഡ്രഗ് ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു മാനസികാഘാതങ്ങളൊക്കെ സൂസൈഡിലേക്ക് നയിക്കും. അതുപോലെ തന്നെ ഇത് പെടുന്നത് തന്നെയാണ് ലോസിങ് എ ജോബ്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്. ഇതൊക്കെ മെൻ്റലായിട്ടുള്ള അധിക്ഷേപത്തിൽ പെടുന്നുള്ളതാണ്. ഇനി ഫിയർ ഓഫ് ലോസ് അഥവാ നമ്മൾ കമ്പനി നഷ്ടത്തിലാവുക അല്ലെങ്കിൽ നഷ്ടം കൊണ്ട് സൂസൈഡ് ചെയ്യുക. ഫെയിലിയർ അക്കാഡമിക് പരമായിട്ടുള്ള നമ്മളെ വീഴ്ച, അതുപോലെ തന്നെ ബീങ് ഇംപ്രിസൺഡ് ഓൺ ഡീറ്റെയിൽഡ്, നമ്മളെ ബന്ദിയാക്കുക അല്ലെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫിനാൻഷ്യലായിട്ടുള്ള ചലഞ്ചസ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക. അതുപോലെ തന്നെ നമ്മളെ ജോലി നഷ്ടപ്പെടുക, അതുപോലെ തന്നെ സമൂഹത്തിലുള്ള സ്ഥാനം നഷ്ടപ്പെടുക. അതൊക്കെ ഒരാളെ സൂസൈഡിലേക്ക് നയിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹോപ്പ്ലെസ്നെസ്, അത് അവൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷകളൊന്നും ഇല്ലാത്തൊരവസ്ഥ, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് അവനക്ക് വരിക. അതുപോലെ തന്നെ ഇൽനെസ് ആൻഡ് ക്രോണിക് പെയിന്, അഥവാ എന്തെങ്കിലും വേദനകൾ, സഹിക്കാൻ പറ്റാത്ത വേദനകൾ, അവൻ്റെ തന്നെ ലൈഫിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതിലൊക്കെയാണ് ആസ്മ, ബാക്ക് പെയിൻ, ബ്രെയിൻ ഇഞ്ചുറി, ക്യാൻസർ, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലർ, ഡയബറ്റീസ്, എപ്പിലെപ്സി, HIV, AIDS, ഹെയർ ഡിസീസ്, ഹൈ ബ്ലഡ് പ്രഷർ, മൈഗ്രെയിൻ. ഇത്തരം രോഗങ്ങളൊക്കെ ഒരാളെ സൂസൈഡിലേക്ക് നയിക്കും. അതുപോലെ തന്നെ അതേഴ്സ് കൺസിഡർ യുവർ ബർഡൻ, അഥവാ മറ്റുള്ളവരുടെ ഇടയിൽ നമ്മളൊരു അധികപ്പറ്റാണ്, അവർക്കൊരു തടസ്സമാണ് നമ്മൾ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സൂസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളതാണ്. അഥവാ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ലവ്ഡ് റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പാർട്ട്ണർ വേറെ ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് ആണെന്ന് തോന്നിയിട്ട് നമ്മൾ സൂസൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഐസൊലേഷൻ ഫ്രം അതേഴ്സ്, മറ്റുള്ള ഈ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നൊരവസ്ഥ, ലോസിങ് ഫ്രണ്ട്സ് ഓർ റിലേഷൻഷിപ്പ്, ബന്ധങ്ങളും ഫ്രണ്ട്സിനൊക്കെ നഷ്ടപ്പെടുന്നൊരവസ്ഥ ഒക്കെ ഒരാളെ സൂസൈഡിലേക്ക് നയിക്കും. അതുപോലെ തന്നെ ക്രൈസ് ഫോർ അസിസ്റ്റൻ്റ്, അഥവാ ഒരാൾ സൂസൈഡ് ചെയ്യാൻ ശ്രമിക്കും ഇഫ് ദേ ആർ അണേബിൾ ടു ഗെറ്റ് ഹെൽപ്പ്, അത് മറ്റുള്ളവരിൽ നിന്ന് സഹായം കിട്ടില്ല എന്ന് ഉറപ്പായുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സൂസൈഡ് ചെയ്യും. അഥവാ ഫിനാൻഷ്യൽ കണ്ടീഷനൊക്കെ നമ്മൾ മോശം, മറ്റുള്ളവരിൽ നിന്ന് ഹെൽപ്പ് കിട്ടില്ല എന്നുള്ള സന്ദർഭത്തിലൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും സൂസൈഡ് ചെയ്യും. അതുപോലെ തന്നെ ആക്സിഡൻ്റൽ സൂസൈഡ്, അഥവാ പെട്ടെന്നുണ്ടാകുന്ന ശ്വാസം മുട്ടിയിട്ടുള്ള അത്തരം ഗെയിമുകൾ കളിച്ചിട്ട് നമ്മളുണ്ടാകുന്ന പെട്ടെന്ന് നമ്മൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടിട്ടൊക്കെ ഉണ്ടാകുന്ന സൂസൈഡാണത്. ഇനി ഫാക്ടേഴ്സ് വിച്ച് മേ ഇൻക്രീസ് ദി ചാൻസ് ഓഫ് സൂസൈഡ് ഐഡിയേഷൻ, അഥവാ സൂസൈഡിന് ചാൻസ് അധികരിപ്പിക്കാൻ ഉള്ള ഫാക്ടേഴ്സ്, അഥവാ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സൂസൈഡ് ചെയ്യാൻ ഒരാൾ പ്രേരിതരാകും. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ എ ഫാമിലി ഹിസ്റ്ററി ഓഫ് വയലൻസ് ഓർ സൂസൈഡ്, അവൻ്റെ ഫാമിലിക്ക് ഇത്ര വയലൻസ് ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരാൾ കുടുംബത്തിൽ നിന്നൊക്കെ സൂസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഇൻഡിവിജ്വലിന് അത്തരം പ്രേരണ ഉണ്ടാവും. അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ഓഫ് ട്രോമ, അബ്യൂസ് ഓർ നെഗ്ലക്റ്റ് ടുവാർഡ് ചിൽഡ്രൻ, അഥവാ ഒരാളുടെ ഫാമിലിക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്, ഏതെങ്കിലും ഒരാൾ ട്രോമ ഉണ്ട്, ഹൃദയാഘാതം വന്നിട്ട് മരിച്ചിട്ടുണ്ട്, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇതിലേക്ക് നയിക്കും. അതുപോലെ തന്നെ മെൻ്റൽ ഇൽനെസ്, ആ ഇൻഡിവിജ്വൽ മുമ്പത്തെ കാലങ്ങളിൽ മെൻ്റൽ ഇൽനെസ് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ സെൻസ് ഓഫ് ഹെൽപ്ലെസ്നെസ്, അതുപോലെ തന്നെ നമ്മൾ പരിചയമുള്ള ഒരാൾ സൂസൈഡ് ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കും സൂസൈഡ് ചെയ്യാൻ ഒരു പ്രേരണ ഉണ്ടാകും. അതുപോലെ തന്നെ ഫീലിംഗ് ഓഫ് ലോൺലിനെസ്, അതുപോലെ തന്നെ ഐസൊലേഷന്, അതുപോലെ തന്നെ ഫെയിലിയർ അറ്റ് വർക്ക്, അതൊക്കെ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള സൂസൈഡിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ്. അതുപോലെ തന്നെ ഹാവിങ് എ പിസ്റ്റൾ ഓർ ഡേഞ്ചറസ് വെപ്പണ്, നമ്മുടെ അടുത്ത്
തോക്കോ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ അറ്റംപ്റ്റ്സ് അറ്റ് സൂസൈഡ് ഇൻ ദി പാസ്റ്റ്. മുമ്പ് ഒരു വട്ടം സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചു, അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് ഇപ്പോഴും സൂസൈഡ് ചെയ്യാൻ ശ്രമിക്കും അങ്ങനത്തെ ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഫേസിങ് ലീഗൽ ഓർ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്, അത്തരം കാര്യങ്ങളൊക്കെ ഇതിലേക്ക് നയിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ കണ്ടീഷൻസ് ആറ്റ് റിസർച്ചേഴ്സ് ഹാവ് ലിങ്ക്ഡ് ടു എ ഹയർ റിസ്ക് ഓഫ് സൂസൈഡ് ഐഡിയേഷൻ. അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സൂസൈഡ് ചെയ്യാൻ ഒരു ഇൻഡിവിജ്വലിനെ നയിക്കുന്നുള്ളതാണ്. അഥവാ ഡിപ്രഷൻ ഉണ്ടാവുക, അതുപോലെ തന്നെ ഷിസോഫ്രീനിയ അഥവാ ഒരു മാനസിക രോഗമാണ്. അതുപോലെ തന്നെ ബൈപ്പോളർ ഇൽനെസ്, അതും ഇത്തരത്തിലൊരു രോഗമാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരോട് പക ഉണ്ടാവുക, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഇമ്പാക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ട്രോമ ഒക്കെ അനുഭവിക്കുക, അല്ലെങ്കിൽ ഡ്രഗ് ആൽക്കഹോളൊക്കെ ഉള്ള അമിത ഉപയോഗം. അതുപോലെ തന്നെ ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ പെട്ടാൽ നമുക്ക് എങ്ങനെ സഹായിക്കാം അവരെ എന്ന് നോക്കുന്നത്, നമ്മൾ ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു ടാക്ക് അബൌട്ട് സൂസൈഡ്. അഥവാ അത്തരം ആളുകളോട് നമ്മൾ ഇടപഴകുമ്പോൾ നമ്മൾ ഈ സൂസൈഡുമായിട്ട് ഒരിക്കലും ഒരു കാര്യം ബന്ധിപ്പിച്ച് പറയാൻ പറ്റൂല. അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാ സോഷ്യലായിട്ട് പരമായിട്ടുള്ള സാധാ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയ അവൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും പറയാതെ തന്നെ അവൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും കൊണ്ടുവരാനുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മൾ അവനോട് പറയാന്നുള്ളതാണ്. അതുപോലെ തന്നെ ആസ്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ അവനോട് ചോദിക്കാന്നുള്ളതാണ്. അഥവാ ഇത്തരം ടോപ്പിക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ നോർമലായിട്ട് അവനോട് സംസാരിക്കുക. അതുപോലെ തന്നെ ബിൽഡ് കണക്ഷൻസ് വിത്ത് അതർ പീപ്പിളാണ്. അഥവാ നമ്മൾ നമുക്ക് ഐസൊലേറ്റഡ് ആയെന്ന് തോന്നുമ്പോൾ നമ്മൾ മറ്റുള്ളവരോടുള്ള പീപ്പിളോടുള്ള കണക്ഷൻസ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് എനർജി വിത്ത് ലവ്ഡ് വൺസ്, ഒരാളോടൊപ്പം റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഫാമിലി കാര്യങ്ങളിലൊക്കെ ഇടപെടുക. അതുപോലെ തന്നെ റിലീജിയസും സോഷ്യലുമായിട്ടുള്ള പരിപാടിയിലൊക്കെ പോവുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സൂസൈഡിൽ നിന്ന് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഗെറ്റ് ഹെൽപ്പ് ഏർലി ഫോർ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള മെൻ്റൽ പ്രോബ്ലംസിന് നമ്മൾ അതിനൊരു ഡോക്ടറെ പോയി കാണുക, ആദ്യം ഡോക്ടറെ പോയി കാണുക എന്നുള്ളതാണ്. താഴെ കുറച്ച് മെൻ്റൽ ഇൽനെസ്സിൻ്റെ അടയാളങ്ങൾ പറയുന്നുണ്ട്. അഥവാ നമ്മൾ കുറച്ച് മാത്രം ഉറങ്ങുക, അതുപോലെ തന്നെ നമ്മൾ ഡിപ്രസ്ഡ് ആവുക, അതുപോലെ തന്നെ നമ്മളാണ് ഒരാൾ ജീവിത സംഭവങ്ങൾ കൊണ്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ കഴിയാതെ വരിക. അതുപോലെ തന്നെ സൂസൈഡിന് ആസ് എ ഫാർ റീച്ചിങ് ഇമ്പാക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ഇമോഷണലായിട്ട്, ഫിസിക്കലായിട്ട്, ഫിനാൻഷ്യൽ കോൺസിക്വൻസൊക്കെയാണ് ഒരാൾ സൂസൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു റിപ്പോർട്ട് പ്രകാരം 90% ഓഫ് പീപ്പിൾ സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അവർ പിന്നെ സാധാ പോലെയുള്ള മരണത്തിനാണ് വിധേയരാകുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഫാമിലിയിൽ ഒരാൾ നമ്മൾ സൂസൈഡ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരും ഇതിലേക്ക് നയിക്കും. അതുപോലെ തന്നെ നല്ല ഡിസ്പെയർ, നിരാശ, അതുപോലെ തന്നെ അത്തരം സാഹചര്യങ്ങളൊക്കെ മോശമായി വരും കുടുംബങ്ങളിൽ. അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള അവന് കീപ്പ് ചെയ്യുന്ന റിലേഷൻഷിപ്പുകളിലൊക്കെ അവൻ്റെ ഒരു വേർപാടിൽ ധാരാളം ആളുകൾക്ക് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനി വാട്ട് ആർ ദി വാരിയസ് ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് ചോയ്സസ് തെറാപ്പീസ് അവൈലബിൾ. അപ്പോൾ ഇത്തരം ഒരു ചിന്തകളൊക്കെ പോകാൻ എന്താണ് തെറാപ്പികൾ, ട്രീറ്റ്മെൻറ്റുകളൊക്കെ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമത് CBT, അഥവാ ഒരു സൈക്കോ തെറാപ്പിയാണ്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, അഥവാ നമ്മളൊക്കെ മറ്റേ ടഫായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഇത് വഴി നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ DBT, ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പി. അതുപോലെ തന്നെ ഇതെന്താ വെച്ചാൽ ഈ ടീനേജേഴ്സിനൊക്കെ സൂസൈഡൽ ബിഹേവിയർ ഉണ്ടാകുന്നതിൽ നിന്നും ഒഴിവാക്കും. അതുപോലെ തന്നെ ബ്രീഫ് ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജീസ്, അഥവാ ഇത്തരം സൂസൈഡൽ തോട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ അതിനെ മറികടക്കണം എന്നുള്ളതൊക്കെ ഒരു ക്ലാസ്സുകളാണ്. അതുപോലെ തന്നെ കൊളാബറേറ്റീവ് കെയർ, അഥവാ മെൻ്റൽ ഹെൽത്ത് കെയർ ഈസ് റിഫർഡ് ടു ആസ് എ കൊളാബറേറ്റീവ് കെയർ. അഥവാ ഇത്തരം ജീവിത സാഹചര്യങ്ങളൊക്കെ മെൻ്റലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കാൻ വേണ്ടി ഒരു ടീമായിട്ടുള്ള സമീപനമാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്.
അപ്പോൾ ഇതിലൂടെ ഒരാളുടെ പേഴ്സണൽ ബിഹേവിയറൊക്കെ മാറ്റാനും അതിനൊക്കെ സഹായിക്കുന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ടുള്ളതാണ് ദുർഹൈംസ് വ്യൂസ് ഓൺ സൂസൈഡ്. ഇത് പറയുന്നത് വെച്ചാൽ 100 വർഷങ്ങൾ മുമ്പ് സോഷ്യോളജിസ്റ്റ് ദുർഹൈം 1897 ഒരു എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ ഇതിന് പേര് നടത്തി. കാരണം ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ തൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള വിക്ടർ ഹൊമ്മയെ സൂസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഇതിലൊരു ആഴത്തിലുള്ള പഠനം അദ്ദേഹം നടത്തി. അങ്ങനെ 4 ആസ്പെക്റ്റുകളാണ് ഈ സോഷ്യോളജിസ്റ്റൊക്കെ കണ്ടെത്തിയത്. അഥവാ അനാമിക്, ഫാറ്റലിസ്റ്റിക്, ഈഗോയിസ്റ്റിക്, ആൾട്രോയിസ്റ്റിക്, അഥവാ നമ്മൾ മുമ്പ് പരാമർശിച്ച 4 ഇനങ്ങളാണ് അവർ കണ്ടെത്തിയ റിസൾട്ടുകൾ. അഥവാ ഈ അനോമിക് ആയിട്ടുള്ള സൂസൈഡ് ഉണ്ടാകുന്ന ഒരാൾ ഒരു പ്രഷർ ഫില്ലഡ് ക്ലൈമറ്റ് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴാണ് ഒരു ഇൻഡിവിജ്വൽ. അഥവാ തൻ്റെ സോഷ്യൽ ഫാക്ടേഴ്സൊക്കെ ഒന്നും തനിക്ക് താങ്ങാവുന്നതിലപ്പുറം ആവുന്നൊരു സാഹചര്യം ആകുമ്പോഴൊക്കെയാണ് ഇത്തരം സൂസൈഡുകൾ ചെയ്യുക. അതുപോലെ തന്നെ അവൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ മോശമാണ്. അതുപോലെ തന്നെ പെട്ടെന്നുള്ള സോഷ്യൽപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പുണ്ടാകുന്ന വിപ്ലവങ്ങളൊക്കെ ഒരാളെ സൂസൈഡിലേക്ക് നയിക്കുന്നുള്ളതാണ് ഈ ഒരു ആസ്പെക്റ്റിലൂടെ പറയുമ്പോൾ. അനോമിക് നമ്മൾ മുമ്പ് പറഞ്ഞത് അഥവാ ഒരാളെ പെട്ടെന്നുണ്ടാകുന്ന സോഷ്യൽ ചേഞ്ചൊന്നും അവനക്ക് അഡാപ്റ്റ് ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അത്തരം സൂസൈഡുകൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫറ്റാലിറ്റി സൂസൈഡ് നമ്മൾ മുമ്പ് പറഞ്ഞത് എന്താ വെച്ചാൽ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള അധിക്ഷേപമൊക്കെ അവനെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴാണ് ഇത്തരം സൂസൈഡുകൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു അനോമിക് ഫാറ്റലിറ്റി തീർത്തും രണ്ടും ഒന്നിച്ച് കടക്കുന്നു എന്നുള്ളതാണ് ദുർഹൈം വിശദീകരിക്കുന്നത്. അതായത് ഈ അനോമിക്കിലൂടെ ഒരു സോഷ്യൽ ഓർഗനൈസർ ഉണ്ടാവുകയും ആ ഒരു ഓർഗനൈസർ ഇൻഡിവിജ്വലിൻ്റെ മേലെ അവനക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്ര സോഷ്യൽ റൂളുകളൊക്കെ അവന് മേൽ കെട്ടി ചമച്ചു വെക്കുമ്പോഴൊക്കെയാണ് ഇത്തരം സൂസൈഡുകൾ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ജീവിത സാഹചര്യങ്ങളെ കൊണ്ടൊന്നും ഈ വ്യക്തി അഡാപ്റ്റ് ചെയ്യാൻ പ്രാപ്തരാവുകയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സൂസൈഡ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ജപ്പാനിലെ ഒരാളാണ് കിം ജോങ് യുൻ, ഒരു സ്റ്റാറായിരുന്നു. അതുപോലെ തന്നെ നല്ല ഫെമിലിയർ ആയിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹം 2017 സൂസൈഡ് ചെയ്യുന്നുണ്ട്. അഥവാ അവനുണ്ടാകുന്ന ഡിപ്രഷൻ കൊണ്ട് അദ്ദേഹം സൂസൈഡ് ചെയ്യുന്നുണ്ട്. ശേഷം ഈഗോയിസ്റ്റിക്കും പറയുന്നത് എന്താ വെച്ചാൽ ഒരാൾ സോഷ്യൽ റിലേഷൻഷിപ്പിൽ നിന്നുണ്ടാകുന്ന അകറ്റി നിർത്തൽ, ഒറ്റപ്പെടുത്തൽ, ഐസൊലേഷനൊക്കെയാണ് സോഷ്യൽ ഓർഗനൈസേഷനിടയിൽ നിന്ന് ഒരു വ്യക്തി ഒറ്റപ്പെടുക. അതുപോലെ തന്നെ അവരിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുമ്പോഴൊക്കെ ഉണ്ടാകുന്നൊരു തരം സൂസൈഡാണ് ഈഗോയിസ്റ്റിക്. അതുപോലെ തന്നെ ആൾട്രോയിസ്റ്റിക് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടൊരു സാക്രിഫൈസ് എന്ന നിലയ്ക്ക് ചെയ്യുന്ന ഒരു ഇനമാണ് അത്. സോ താങ്ക് യു.